പ്രിയപ്പെട്ടവരെ, കഞ്ചാവും മദ്യവും എല്ലാം ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ പുതുതലമുറയുടെ കൈകളിൽ എത്തുന്നത് MDMA പോലുള്ള വളരെ മാരകമായ ലഹരി പദാർത്ഥങ്ങളാണ്. ഈ പോലീസുകാരന്റെ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. MDMA എന്ന് പറയുന്ന സാധനം 2 പഞ്ചസാര തരി പോലത്തെ ഒരു സാധനം കേട്ടോ. പഞ്ചസാര തരി 2 പഞ്ചസാര തരിക്ക് 2000 രൂപ വില. ഇത് നാവിന്റെ ചുണ്ടിലോ മൂക്കിലോ കണ്ണിന്റെ ഉടിയോ ഏതെങ്കിലും തരത്തിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ വിത്തിൻ 48 hours 48 മണിക്കൂറിനുള്ളിൽ ഈ കുട്ടി ഇതിനടിമപ്പെട്ടിരിക്കും. 9ാം ക്ലാസ്സിലെ കുട്ടി ഉമ്മയെ ബലാത്സംഗം ചെയ്തെങ്കിൽ, 17 വയസ്സുകാരന് കള്ളു കുടിക്കാൻ വീട്ടിൽ പൈസ കൊടുക്കാത്തതിന് അമ്മയെ തീ കൊളുത്തി കൊന്നിയെങ്കിൽ, കാല് തച്ചൊടിച്ച് അവസാനം അച്ഛന്റെ നെഞ്ചത്തേക്ക് കുട്ടി കത്തിക്കൊണ്ട് കുത്തിയെങ്കിൽ, ആ കുട്ടി മനുഷ്യനല്ലാതാക്കിയത് നിങ്ങളും ഞാനുമാണെന്നുള്ള ബോധം അവന്റെ ജീവിതത്തിലേക്ക്, കുടുംബം എന്ന ലഹരിക്കപ്പുറത്തേക്ക് മറ്റേതോ ലഹരിയെ കുത്തിവെപ്പിച്ചത് നിങ്ങളും ഞാനുമാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവുകയും ഞാനിങ്ങനെ നശിച്ചു പോകുമെന്നുള്ളൊരു ബോധം മക്കൾക്കുണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ സമൂഹത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ. നമ്മൾക്കും ബാധ്യതയല്ലേ ഈ സമൂഹത്തോട്? ഞാൻ ഇത്രയും നിങ്ങളോട് പറയാൻ കാരണം, ഫ്യൂ ഡേയ്സ് ബിഫോർ സാറ്റ് കേരളയുടെ ദുബായ് ചാപ്റ്ററിന്റെ ആദ്യത്തെ യോഗം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ലത്തീഫ് ഫോറത്തിന്റെ ദുബായിലെ വീട്ടിൽ വെച്ച് നടക്കുകയുണ്ടായി. പ്രശസ്ത ഫുട്ബോൾ പ്ലെയറായ അനസർ എടത്തൊടിക പങ്കെടുക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷംസുദ്ദീൻ നെല്ലറ പ്രസിഡന്റായി, പാനൂർ ഷംസുക്ക ജനറൽ സെക്രട്ടറി ആയിട്ടും തിരഞ്ഞെടുക്കുകയുണ്ടായി. സഹൃദയരും ഫുട്ബോൾ പ്രേമികളുമായ ഷംസുദ്ദീൻ ബിൻ മൊഹീദ്ദീൻ, അതുപോലെ സലാം ഫോസിൽ പോലെയുള്ള ഒട്ടനവധി ബിസിനസ്സുകാരുടെ രക്ഷാധികാരത്തോടുകൂടി സാറ്റ് കേരളയുടെ ദുബായ് ചാപ്റ്ററിന്റെ രൂപീകരണം ഉണ്ടായി. ഈ അക്കാദമിയുടെ മെയിൻ ഉദ്ദേശം വളർന്നു വരുന്ന കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർ മറ്റുള്ള ഈ വീഡിയോ ഗെയിമുകളോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളിലേക്കും അവരെ അഡിക്റ്റ് ആവാതെ അവരെ ഫുട്ബോളോ അതുപോലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസുകളിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കായികക്ഷമതയുള്ള ഒരു പുതുതലമുറയെ വളർത്തിയെടുക്കുക. ഒരു ലാഭവിഹിതവും പ്രതീക്ഷിക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ച് ഒരു പറ്റം ഫുട്ബോൾ പ്രേമികളായ ബിസിനസ്സുകാർ എന്ന് തന്നെ എടുത്തു പറയാം തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംരംഭമാണിത്. വർഷങ്ങളായി തിരൂരിൽ ഈ അക്കാദമി ഓൾറെഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികളെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും ട്രെയിൻ ചെയ്ത് വളർത്തി സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവലിൽ കളിപ്പിക്കാവുന്ന രീതിയിൽ ഒരുപാട് കുട്ടികളെ അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന ഏതൊരാളും നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഈ ഒരു അക്കാദമിക്ക് നൽകണം. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്.